പണ്ഡിറ്റ് കറുപ്പനെ മഹാരാജാസ് സ്കൂളിൽ അധ്യാപകനാക്കിയപ്പോൾ അവിടുത്തെ സവർണരായ അധ്യാപകരെല്ലാം കൂടെ പരാതി പറഞ്ഞു. കറുപ്പനെ അവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദിവാൻ അവർക്ക് നൽകിയ മറുപടി, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് പോകാം, ആ ഭാഗം കൂടി കറുപ്പൻ പഠിപ്പിച്ചുകൊള്ളുക. ഒരാൾക്ക് നിർഭയം ഒരു പുസ്തകം അച്ചടിച്ച് പുറത്തിറക്കാൻ കഴിയുന്നത് ഇത്രയേറെ ഗ്രന്ഥശാലകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇനി പഴയ കൂട്ട് എന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരുള്ളവരാണ് ഏറ്റവും നല്ല മനുഷ്യരെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ലാത്ത കൂട്ടുകാരില്ലാതെ ഏകാന്തത നടക്കുന്നവരാണ് ഏറ്റവും വലിയ ആളെന്നുള്ളതിലേക്ക് പോകുന്നത്. പുസ്തകം വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ അന്ന് എല്ലാ കുട്ടികളും എഴുന്നേക്കും. വീട്ടിൽ ടി വി ഉള്ളതുകൊണ്ട് ആരും എഴുന്നേക്കത്തില്ല. റേഡിയോ ഉള്ളവരുണ്ടെന്ന് 1-2 പേര് എഴുതും. ഇന്നതല്ല സ്ഥിതി. പുസ്തകം സ്വന്തം ഇന്ന നോവൽ വായിച്ചുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും കാണത്തില്ല. യഥാർത്ഥത്തിലുള്ള ഗ്രന്ഥശാല ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളെ തന്നെ അതിൻ്റെ ഇന്ധനമാക്കി ഗ്രന്ഥശാല രൂപം കൊണ്ട സ്ഥലം മലബാറാണ്. അത് പഴയ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്നുള്ള യാതൊരു പിന്തുണയും ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ചിരുന്നില്ല. തിരുവിതാംകൂറിൽ ഇങ്ങനെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന രാജാക്കന്മാരും ഭരണാധികാരികളും. കൊച്ചിയിൽ അങ്ങനെയല്ല സ്ഥിതി. കൊച്ചിയിൽ രാജാവും ദിവാനും തന്നെ നേരിട്ട് ഗ്രന്ഥശാലകൾ രൂപപ്പെടുത്തിയെടുക്കാനുണ്ട്. സർക്കാർ നേരിട്ട് ഗ്രന്ഥശാലകൾ രൂപീകരിച്ചത് കൊച്ചി സംസ്ഥാനത്താണ്. അവിടുത്തെ രാജാവും ഇതും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അവിടെ ഈ അയിത്താനാചാരങ്ങൾക്കെതിരെ രാജാവിൻ്റെ ശക്തമായ നിലപാട്, രാജാവിൻ്റെയും ദിവാൻ്റെയും ഒക്കെ ശക്തമായ നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ പണ്ഡിറ്റ് കറുപ്പനെ മഹാരാജാസ് സ്കൂളിൽ അധ്യാപകനാക്കിയപ്പോൾ അവിടുത്തെ സവർണരായ അധ്യാപകരെല്ലാം കൂടെ പരാതി പറഞ്ഞു. കറുപ്പനെ അവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദിവാൻ അവർക്ക് നൽകിയ മറുപടി, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് പോകാം, ആ ഭാഗം കൂടി കറുപ്പൻ പഠിപ്പിച്ചുകൊള്ളുക. അപ്പോൾ കറുപ്പൻ എങ്ങനെ സയൻസ് പഠിപ്പിക്കും? അദ്ദേഹം പറഞ്ഞ കറുപ്പൻ അത് പഠിപ്പിച്ചോളൂ, അതിനുള്ള ബുദ്ധിയായി കൊണ്ടുവന്ന്. അപ്പോൾ അത്ര നിലപാടുള്ളവരാണ്. അതുകൊണ്ടാണ് കൊച്ചിയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം സർക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിച്ചത്. മലബാറിൽ അങ്ങനെയല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, തൊഴിലാളി പ്രസ്ഥാനത്തിൽപ്പെട്ടവർ, കർഷക പ്രസ്ഥാനപ്പെട്ടവർ ഒക്കെ എഴുതായിക്കായി മാറിയതാണ്. അക്കൂട്ടത്തിൽ കെ ദാമോദരനടക്കമുള്ള EMS അടക്കമുള്ള AKG അടക്കമുള്ള ഒട്ടേറെ നമ്മുടെ എൻ ബാലഗോപാൽ, അദ്ദേഹമാണ് സുജനപാൽ എന്ന് പറയുന്ന പഴയ സംസ്ഥാന KPCC അച്ഛനാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ AKG ഒരു സ്കൂളിലെ അധ്യാപകനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ രാവിലെ അവിടെ പഠിക്കുന്ന കുട്ടികളോട് പറയും, രാവിലെ സ്കൂളിൽ വരണം, അല്ല തൻ്റെ വീട്ടിൽ വരണം. അദ്ദേഹം അവിടെ രാവിലെ അവർക്ക് 1 മണിക്കൂർ ട്യൂഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് കുട്ടികളുമായി സ്കൂളിൽ പോകും. ആ കുട്ടികളെയും കൊണ്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന് തന്നെ വീട്ടിൽ വരും. എന്നിട്ട് രക്ഷകർത്താക്കളൊപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് 6 മണിയൊക്കെ വരുമ്പോൾ അവരോട് പറയും, നിങ്ങളെല്ലാവരും ഇവിടെ വരണം, കുട്ടികളെ വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ അവർ വരുമ്പോൾ അവരോട് വായിക്കാനും ഒക്കെ പറയുകയും അവർക്ക് വേണ്ടി അദ്ദേഹം കരുതി വെക്കുന്ന പുസ്തകങ്ങൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗ്രന്ഥശാല തുടങ്ങുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതുപോലെ ഗ്രന്ഥശാലകൾ ഒട്ടേറെ രൂപപ്പെടുത്തിയിട്ടുണ്ട് വടക്കൻ മലബാർ. കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു നമ്മൾ നേരത്തെ കെ ദാമോദരനെ പോലെയുള്ള ആളുകൾ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം സ്വന്തമായി പാട്ടവാക്യ പോലെയുള്ള ഇത് എഴുതുന്നതോടൊപ്പം തന്നെ
ഒട്ടേറെ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. മൂവ്മെൻറ്റിനെല്ലാവരും കെ ദാമോദരനടക്കമുള്ള ആളുകളെ ഒരു സംഘടിതമായ പ്രസ്ഥാനം രൂപീകരിച്ചതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് അവരുടെ ലക്ഷ്യമേ അല്ലായിരുന്നു. ഭരണ നേതൃത്വം എന്നുള്ളത് കെ ദാമോദരനെ പോലെയോ മറ്റുള്ള ആളുകളുടെയോ ഒരു ലക്ഷ്യമേ അല്ലായിരുന്നു. മറിച്ച് പി എം പണിക്കരി സാറ് ഇതൊരു പ്രസ്ഥാനമാക്കി രൂപപ്പെടുത്തി എടുക്കണമെന്നും, അതാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നു. അതിന് പിന്നീട് അതിൻ്റെ ആസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ പിന്നെ തിരുക്കൊച്ചി ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിൻ്റെയും ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വരുന്നു. തിരുക്കൊച്ചി ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപപ്പെടുത്തിയ ഉടൻ തന്നെ ഒരു ആസ്ഥാന മന്ദിരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പട്ടം പാലസാണ് അന്ന് മുഖ്യമന്ത്രി സി കേശവൻ വിട്ടുകൊടുത്തു. ഒന്നും അത്രയേറെ ബഹുമാനിച്ചിരുന്ന ഗ്രന്ഥശാല. അപ്പം ആ ഗ്രന്ഥശാല പ്രവർത്തകരെ ഇത്രയേറെ ബഹുമാനിക്കുന്നതും അതിൻ്റെ നേതാവായിരിക്കുന്ന പി എൻ പണിക്കരെ സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാവരും ആദരിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു നേതാവിനെ രൂപപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് വിയർപ്പൊഴുക്കുന്ന നിസ്വാർത്ഥ സേവകരുണ്ട് എന്നുള്ളത്. അങ്ങനെ നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ട് നിന്നിട്ടുള്ളവരാണ് വടക്കേ മലബാറിൻ്റെ ഇവരടക്കമുള്ള ആളുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവർക്ക് ഇത് നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതല്ല, മറിച്ച് അതുകൊണ്ടാണ് അവർ പുസ്തകങ്ങൾ വായിപ്പിക്കുന്നു, ഒപ്പം പുസ്തകങ്ങൾ എഴുതുന്നു, വിവർത്തനം ചെയ്യുന്നു. അവരിപ്പം കെ ദാമോദരനടക്കം പാട്ടമാക്കി വടക്കൻ തിരുവിതാംകൂറിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കുന്നത് പോലെ തന്നെ അവിടെ ഇത് അവതരിപ്പിക്കുകയാണ്, പാട്ടമാക്കി പോലെയുള്ളത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും ഭാഗമായി പ്രവർത്തിക്കുന്നു. അവരെ സംബന്ധിച്ചുള്ള നാടിൻ്റെ മോചനവും നാടിൻ്റെ വിപ്ലവമാണ്. അത്തരം വിപ്ലവകരമായ ചിന്തയൊന്നും ഒരു ഗാന്ധിയൻ മൂല്യങ്ങളോട് ഏറ്റുവാങ്ങിയിട്ടുള്ള പണിക്കരി സാറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലായിടത്തും സമാനമായിട്ടാണ് ഈ ഗ്രന്ഥശാലകൾ തുടങ്ങുന്നത്. അല്ലാതെ മലബാറിൽ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് ആദ്യം മലബാറിലാണെന്ന് പറയും. പക്ഷെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആദ്യമായി തുടങ്ങുന്നത് തിരുവിതാംകൂറിൽ നിന്ന് തന്നെയാണ്. ആദ്യത്തെ ഗ്രന്ഥശാല നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി തന്നെയാണ്. അതിനുശേഷമാണ്, കൃത്യമായൊരു വർഷം ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതിനുശേഷമാണ് നമുക്ക് പിന്നെ വഞ്ചൂരിലൊക്കെ ആദ്യത്തെ ഗ്രന്ഥശാല വരുന്നു. അതിന് മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഗ്രന്ഥശാല എന്ന് പറയുന്ന രീതിയിലുള്ള വായനശാല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാധനം രൂപപ്പെടുത്തിയെടുക്കുന്നുള്ളൂ. അതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞില്ലേ, AKG കുട്ടികളെ പഠിപ്പിക്കുകയും തുറന്നു വൈകുന്നേരത്തിൽ രക്ഷകർത്താക്കൾ വരുമ്പോൾ അവരോട് വായനയും കുറിച്ച് പറയുക, അവരുടെ കയ്യിൽ പുസ്തകങ്ങൾ കൊടുത്തു വിടുകയും പിറ്റേന്ന് തിരിച്ചേൽപ്പിക്കാൻ പറയുകയും ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അനൗദ്യോഗിക ഗ്രന്ഥശാലകളാണ് വടക്കേ മലബാറിൽ അധികം രൂപം കൊണ്ടിരുന്നത്. ഔദ്യോഗിക ഗ്രന്ഥശാലകൾ ആദ്യം രൂപം കൊള്ളുന്ന തിരുവിതാംകൂറിലും പിന്നീട് കൊച്ചി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളതും മലപ്പുറത്ത് പിന്നീട് ഇങ്ങനെ രൂപം കൊണ്ട ഗ്രന്ഥശാലകളെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളാക്കി മാറ്റിയെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പബ്ലിക്കേഷൻ ഇപ്പം നേരത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെ ഒരു പബ്ലിക്കേഷൻ തുടങ്ങണമെന്ന് ആരംഭിക്കുക, അതിനുള്ള ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഗുപ്തൻ നായർ സാറും ഒക്കെയുള്ള ആൾ. അതിങ്ങനെയാണ് ഗ്രന്ഥലോകം മാസികയായി ദ്വൈമാസികയായിട്ടുമൊക്കെ അത് പ്രസിദ്ധീകരിച്ച് വന്നത്. അതിനുശേഷം പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവും ആദ്യ കാലഘട്ടത്തിൽ ഒരു രജിസ്ട്രേഷൻ നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്. പക്ഷേ പുസ്തകങ്ങൾ പൊതുവെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പുസ്തകങ്ങളെ ഗ്രന്ഥശാലകളിലേക്ക് വാങ്ങിച്ച് അത് സാധാരണക്കാർക്ക് വായനയ്ക്ക് വേണ്ടി നൽകുക ഇതിനുള്ള വലിയ പ്രോത്സാഹനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം നൽകിയത്. അങ്ങനെ സാധ്യമാകും. അല്ലെങ്കിൽ ആ മേഖലയിൽ എല്ലാ തരത്തിലുമുള്ള കുത്തകയുടെ ഒരു അവകാശമായി ഗ്രന്ഥശാല പ്രസ്ഥാനം മാറുമായിരുന്നു. പക്ഷേ നമുക്ക് ധാരാളം പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ വന്നു. ഓരോ ജില്ലയിൽ തന്നെ 100 കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ യഥാർത്ഥ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരണങ്ങളൊന്നും നിൽക്കുകയില്ല. പുസ്തക ഉത്സവം ഉണ്ടാകുന്നു. പുസ്തക ചന്ത എന്ന നിലയിൽ ആദ്യകാലത്ത് രൂപം കൊണ്ടുവന്നു. പിന്നീട് പുസ്തക ഉത്സവങ്ങളായിട്ട് മാറും. ഈ പുസ്തക ഉത്സവങ്ങളിൽ ഏറ്റവും ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ വരുന്നു. ഒരാൾക്ക് നിർഭയം ഒരു പുസ്തകം അച്ചടിച്ച് പുറത്തിറക്കാൻ കഴിയുന്നത് ഇത്രയേറെ ഗ്രന്ഥശാലകളുണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ 600 ഗ്രന്ഥശാലകളുണ്ട്.
അപ്പോൾ ഇവിടുന്ന് ഒരു പുസ്തകം അടിച്ചാൽ 1000 പുസ്തകം അടിക്കുന്ന ഒരാൾക്ക് 600 എണ്ണം ഗ്രന്ഥശാല, ഒരെണ്ണം വീതം എടുത്ത് തന്നെ 600 ഗ്രന്ഥശാലകളുണ്ടല്ലോ, പിന്നെ ബാക്കിയുള്ളത് വായിപ്പിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ട്. യഥാർത്ഥത്തിൽ പുസ്തക പ്രസാധന സംഘത്തെ അല്ലെങ്കിൽ പ്രസാധന രൂപപ്പെടുത്തിയെടുക്കുന്നത് കേരളത്തിൽ ഇത്രയേറെ വളരാൻ കാരണം ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെയാണ്. ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പുസ്തക ഉത്സവങ്ങളാണ് അവയെ ഏറ്റവും ജീവത്താക്കി നിലനിർത്തുന്നത്. അപ്പോൾ SPCS അടക്കമുള്ള പ്രസ്ഥാനം ഒരുപക്ഷെ വലിയ തകർച്ചയെ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ അതിജീവിക്കുന്നതിന് പുസ്തക ഉത്സവങ്ങളും ഗ്രന്ഥശാല പ്രസ്ഥാനവും അടക്കം സഹായമായിട്ടുണ്ട്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുന്നതിന് പാകമായ അന്തരീക്ഷം ഒരുക്കിയത് ഗ്രന്ഥശാലകൾ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഇതിനു വേണ്ടിയുള്ള വിദ്യാ കേന്ദ്രങ്ങളായി നിലനിർപ്പിച്ചതും മഹാഭൂരിപക്ഷവും ഗ്രന്ഥശാലകൾ തന്നെയായിരുന്നു. ഇപ്പോൾ തുടർ വിദ്യാ കേന്ദ്രങ്ങൾ നമ്മുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നതും ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നെടുത്താണ് ആ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം എന്ന മഹാപ്രസ്ഥാനത്തെ ഇത്രയേറെ കരുത്തുറ്റതാക്കി നിർത്തുന്നത്. അങ്ങനെയൊന്നില്ലായിരുന്നുവെങ്കിൽ നാം പറയുന്നത് പോലെ ഇത്തരത്തിൽ ഒരു നമ്മൾ വിചാരിച്ച തരത്തിലുള്ള വിജയത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല എന്ന് അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിലൊരു മഹാപ്രസ്ഥാനമായി കാണാൻ കഴിയാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രന്ഥശാലകൾ ഇപ്പോൾ വല്ലാത്ത ആലസ്യത്തിലാണെന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ ഗ്രന്ഥശാലകളിലേക്ക് വരുന്നില്ല. അവർക്ക് വരേണ്ട കാര്യമില്ല. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ലോകത്തുള്ളതെല്ലാം ഉണ്ട്. ഈ വായനയുണ്ട്. വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും ലൈബ്രറി വരണ്ട. അവർക്ക് ഏത് പുസ്തകവും വായിക്കാനുള്ള ഈ വായനകൾ സ്വന്തമായിട്ടുണ്ട്. പിന്നെ മഹാഭൂരിപക്ഷത്തിനും അങ്ങനെ വായനയോടല്ല താല്പര്യം. അവർക്ക് തത്സമയമുള്ള റീൽസുകൾ കാണലും അല്ലെങ്കിൽ റീൽസ് എടുക്കലും കാണലും യൂട്യൂബ് അതും ഇതുമൊക്കെയാണ്. അതുകൊണ്ട് വായനശാലയിലേക്ക് ആരും വരേണ്ടതില്ല. ഇനി പഴയ കൂട്ട് എന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരുള്ളവരാണ് ഏറ്റവും നല്ല മനുഷ്യരെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ലാത്ത കൂട്ടുകാരില്ലാതെ ഏകാന്തത നടക്കുന്നവനാണ് ഏറ്റവും വലിയ ആളെന്നുള്ളതിലേക്ക് പോകുന്നു. ഒരു കാലത്ത് ഏറ്റവും വലിയ അരാജകത ഉണ്ടായിരുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂന്നിൻ്റെയൊക്കെ നോവലുകളിലൊക്കെ പറഞ്ഞിരുന്ന ഈ ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ സന്ത്രാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഏറ്റവും മൂല്യമുള്ള ആളായിത്തീരുന്നത് ഒറ്റപ്പെടുമ്പോഴാണെന്നൊരു തോന്നൽ. കാരണം ഒറ്റപ്പെടുന്ന ആളിൽ നിന്നാണ് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നതെന്നും ആ ചിന്ത അനുസരിച്ച് അയാൾക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള ഇടങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് സഞ്ചരിക്കാനും ഒറ്റപ്പെട്ട് ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. പണ്ടങ്ങനെയല്ല. കൂട്ടായ്മകളിൽ നിന്നാണ് നല്ല ചിന്തകളും നല്ല ആശയങ്ങളും അതിനനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും എന്നുള്ളതായിരുന്നു ഒരു ഭാഗം. അല്ല, അത് വിദ്യാഭ്യാസ വകുപ്പുമായി തന്നെ ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ് സ്കൂൾ ലൈബ്രറികൾ, കോളേജ് ലൈബ്രറികൾ. അപ്പോൾ സ്പോർട്സിന് സൗകര്യം ഉണ്ടാകുന്നത് പോലെ തന്നെ ഗ്രന്ഥശാലകളും ഓരോ സ്കൂളുകളുമായിട്ടും ഉണ്ടാകണമെന്നും തീരുമാനിച്ചിരുന്നു. അതുപോലെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാലത്ത് അധ്യാപകർ ഓരോ ക്ലാസ്സിൻ്റെയും വായനയുടെ ചുമതലക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ആ കാലം നടന്നു. പക്ഷേ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയാണ് ഗ്രന്ഥശാലകളെ സ്കൂളുകളിലേക്കും എത്തിച്ചത്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച അത് ഇതിലുണ്ട്. ഇപ്പം ധാരാളം സമയം ലൈബ്രറികളിൽ ഇരുന്ന് വായിക്കുന്ന അധ്യാപകരെ കാണുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വായന വലിയ പ്രേരണയായിരുന്നു. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ അങ്ങനെ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ എണ്ണവും കുറവാണ്. അവരെല്ലാം ടീച്ചേഴ്സ് റൂമിൽ തങ്ങളുടെ റൂമിൽ തന്നെ ഇരുന്ന് ഇരിക്കും. അപ്പം ഞാനൊക്കെ ഓർക്കുന്നത് ഞങ്ങളുടെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും നല്ലൊരു ഭാഗം അധ്യാപകരും ഇടവേളകളിലെല്ലാം ഗ്രന്ഥശാലകളിൽ ലൈബ്രറിയിലുണ്ടാവും. കോളേജ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇന്ന പുസ്തകം കൊള്ളാം എന്ന് പറഞ്ഞ അധ്യാപകരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ തലമുറയും അറ്റുപോയിരിക്കുന്നു. അതാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പുതിയ പാഠ്യപദ്ധതിയിൽ അധിക വായനയ്ക്കും പുതിയ നൂതന ചിന്തകൾക്കും ഒക്കെ അവസരമുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വായനയെ ആശ്രയിക്കുന്നുണ്ട് കുറച്ച്. അതാണ് അങ്ങനെ ഒരു നേട്ടം കൂടി പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുതിയ പാഠ്യപദ്ധതി അതിന് സഹായമാകുന്ന തരത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇത് സ്കൂൾ ജനകീയ വിദ്യാഭ്യാസം വന്നതിന് ശേഷമാണ് 57 വിദ്യാഭ്യാസ ബില്ലിലൂടെ വിദ്യാഭ്യാസം ജനകീയമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അതിനു മുമ്പ് വരെയും
ഈ പറഞ്ഞതുപോലെ സ്കൂളുകളെല്ലാം ഉപരിവർഗത്തിൽ മാത്രമാണ്. അവരുടെ വീടുകളിൽ പോലും ലൈബ്രറികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ എത്തുന്ന സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് വായന വലിയൊരു ആവേശവും ഇതുമായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് വായിക്കാൻ കിട്ടിയാലും വായിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ല, ആട് കടിക്കുന്നത് പോലെ എവിടെ ചെന്നാലും ഒരു പുസ്തകം എടുത്ത് വായിക്കാനും നോക്കാനും അന്ന് അതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതാണ്. അപ്പം പുസ്തകം വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ അന്ന് എല്ലാ കുട്ടികളും എഴുന്നേക്കും. വീട്ടിൽ ടി വി ഉള്ളതുകൊണ്ട് ആരും എഴുന്നേക്കത്തില്ല. റേഡിയോ ഉള്ളവരുണ്ടെങ്കിൽ 1-2 പേര് എഴുന്നേക്കും. ഇന്നതല്ല സ്ഥിതി. പുസ്തകം സ്വന്തം ഇന്ന നോവൽ വായിച്ചുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും കാണത്തില്ല. അതാണ് എൻ്റെ സ്ഥിതി. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തിനും ഇതൊക്കെ വായിക്കണം എന്നൊരു ചിന്ത. അതേ അധ്യാപക നേരത്തെ പറഞ്ഞല്ലോ, അധ്യാപക പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഗ്രന്ഥശാലകൾ പുറത്തു തുടങ്ങുകയും അവർ തന്നെ ആ ഗ്രന്ഥശാല അകത്ത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ സർക്കാർ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുകയും സ്കൂളിൻ്റെ ഒരു ഭാഗം ഗ്രന്ഥശാലയ്ക്കായി മാറ്റിവെക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. കേരള ഗ്രന്ഥശാല സംഘം ആണ് കേരളം പിറക്കുന്നതിന് മുമ്പേ ഉണ്ടായത്. കേരള എന്ന പദം ഒരു ദേശനാമമായിട്ട് ആദ്യം ഉപയോഗിച്ചത് ഗ്രന്ഥശാല സംഘമാണ്. അതുകൊണ്ടാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപം കൊണ്ട്. അത് 56 മുമ്പേ തുടങ്ങി. അതായത് 56 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു. അപ്പോൾ കേരളം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് നമ്മുടെ നാടിൻ്റെ പേരായിട്ടല്ല, സാംസ്കാരിക മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഗ്രന്ഥശാലയ്ക്കാണ്. അതാണ് കേരള ഗ്രന്ഥശാല സംഘം. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ വായനയാണ് വിവിധ ദേശഭാഷകളായി കിടന്ന ഡയലക്റ്റുകളായിരുന്നു. വടക്കേ മലബാറിലെ ഭാഷയും തെക്കേ തിരുവിതാംകൂറിലെ ഭാഷയും തമ്മിൽ വലിയ അന്തരമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഭാഷയിൽ ഈ അന്തരമുണ്ട്. ഈ അന്തരം വർത്തമാനത്തിൽ മാത്രമാക്കുകയും സംസ്കാരത്തിൽ ഇവയെല്ലാം ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം പാട്ടവാക്കിയിലെ ഭാഷ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇവിടുത്തെ ആളുകൾ കൊള്ളുന്നു. ഇവിടുത്തെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി വടക്കേ മലബാർ അവതരിക്കുമ്പോൾ അവിടെ ആളുകളും ഇരിക്കുന്നു. തകഴിയുടെ നോവൽ അല്ലെങ്കിൽ ബഷീറിൻ്റെ കൃതികൾ അതാത് ദേശത്തിൻ്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്നതിനെ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഭാഷയുടെ വ്യത്യസ്തതകളെ ഏകീഭവിപ്പിച്ചത് ഗ്രന്ഥശാലകളും പുസ്തകങ്ങളുമാണ്. സർ രംഗനാഥനാണ് ഈ ആധുനിക ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച് വലിയ ഒരു ദിശാബോധം പകർന്ന ആൾ. തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തോടൊപ്പം തന്നെ മലബാറിലും കൊച്ചിയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മൂവ്മെൻ്റ് എന്ന നിലയിലാണ്. അതിൻ്റെ പക്ഷേ ഒരു അക്കാഡമിക്കായിട്ട് പുലർത്തിപ്പോരേണ്ട അതിൻ്റെ ഒരു സാങ്കേതികമായ കാര്യങ്ങളിലെല്ലാം നിഷ്ണാതനായിരുന്നു സാർ രംഗനാഥൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരുപക്ഷെ ഗ്രന്ഥശാലയുടെ ഈ പ്രായോഗികതയുടെ ഉപജ്ഞാതാവെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹമാണ് ഈ കാറ്റലോഗ് സമ്പ്രദായം പോലെയുള്ളത് ഗ്രന്ഥശാലകൾ അനിവാര്യമാണ് എന്ന് പറയുന്നത്. പുസ്തകങ്ങൾ അടുക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞ് തരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഒരാൾക്കൊരു പുസ്തകം ലൈബ്രറിയിൽ ചെന്നാൽ എടുക്കുന്നതിന് ഉള്ള എളുപ്പമുള്ള വഴി ഏതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് രൂപം കൊണ്ടുള്ളതാണ്. ഞാൻ 1999 ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിയായിട്ട് വരുന്നത്. അത് ഈ കുന്നത്തൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ 2005 വരെ ഞാൻ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു. 2005 മുതൽ 2010 വരെ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു താലൂക്ക്. അത് കഴിഞ്ഞ് ജില്ലാ കൗൺസിലാകുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു താലൂക്കിൻ്റെ ഭാരവാഹി എന്നതിനപ്പുറം സ്റ്റേറ്റ് തലത്തിലും ദാസ് മാഷുമായിട്ടും ഐ വി ദാസ് കടമ്പനിട്ടയുമായിട്ട് ആദ്യത്തെ 2 ടൈമിൽ അവർ തന്നെയായിരുന്നു. പിന്നീട് ബാലകൃഷ്ണൻ നമ്പ്യാരടക്കമുള്ള ആളുകൾ അവരുമായിട്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ നമ്മുടെ താലൂക്കിലെ ഭാരവാഹിയാണ് എന്നതിനപ്പുറം ഞാനൊരു കോളേജിലെ അധ്യാപകനും ഈ രംഗത്ത് കുറച്ച് ഇതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് തലത്തിലും ഇവരുമായിട്ടൊക്കെ വലിയ അടുപ്പവും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥശാലയെക്കുറിച്ചുള്ള ഒരു പഠനം ആവശ്യമാണ് കാരണം അത്ര പഠനങ്ങളൊന്നും ഇല്ലാത്തൊരു ഇതാണ്. അങ്ങനെയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബോർഡ് മെമ്പറായിരിക്കെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം
ഇങ്ങനെ ഇറക്കണം. അപ്പോൾ എന്നെ ഡോക്ടർ PK പോക്കർ ചുമതലപ്പെടുന്നു. അദ്ദേഹമായിരുന്നു അന്നത്തെ ഡയറക്ടർ, ഞാനതിൻ്റെ മെമ്പറുമായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഗ്രന്ഥശാല പ്രസ്ഥാന ചരിത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ആ ചരിത്രം പഠിക്കാൻ ഇറങ്ങുമ്പോഴാണ് എന്ത് വരുന്നത്, പിന്നെ ഓരോ ഗ്രന്ഥശാലയ്ക്കും ഓരോ വ്യത്യസ്തമായ ചരിത്രമാണ്. അത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതം. ഓരോന്നും ഓരോ പുസ്തകമാണ്. ഇപ്പോൾ കൊല്ലം പബ്ലിക് ലൈബ്രറിയെ കുറിച്ച് പറയുന്നത് അത് വിശാലമായൊരു ചരിത്രം. അതാണ് ഞാൻ പറഞ്ഞ അച്ചാണി രവിയുടെ സമ്പത്ത് ഉപയോഗിച്ചത് വരുന്നതും, ആ കാലഘട്ടത്തിൽ അതിനെതിരെയായിട്ടുള്ള മൂവ്മെൻറ്റുകൾ വരുന്നതും, ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതിനെതിരെയുള്ള പ്രശ്നം വരുന്നതും, എന്നാൽ അന്നത്തെ ഭരണം അച്യുതമേനോൻ അടക്കമുള്ള ആളുകൾ, ബേബി ജോൺ അടക്കമുള്ള ആളുകൾ ഇടപെട്ടത് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലത്തും ഇതിൻ്റേതായ പ്രശ്നമുണ്ട്. അത് ഓരോ പബ്ലിക് ലൈബ്രറി, തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി ആയാലും എറണാകുളത്തെ പബ്ലിക് ലൈബ്രറി ആയാലും എല്ലാ പബ്ലിക് ലൈബ്രറിയെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇച്ഛാശക്തിയോടെ ഒരു ഗ്രന്ഥശാല രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചവരുടെ വലിയ നിര ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അവർ പിന്നെ കൊളുത്തിയ വെളിച്ചമാണ് ഈ കേരളത്തെ ഇത്രയേറെ പിന്നെ ശുദ്ധി അല്ലെങ്കിൽ ഒരു നന്മയുടെ നാടാക്കി മാറ്റിയെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചരിത്രം, ഓരോ പ്രദേശത്തെയും ദേശചരിത്രങ്ങൾ ഗ്രന്ഥശാലയുടേതായി ഉയർന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.